നമസ്കാരം. കഴിഞ്ഞ വർഷം കാട്ടാനയും നാട്ടാനയും 20ഓളം മനുഷ്യജീവനുകൾ എടുത്തു. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ 5-6 എടുത്തു. വളരെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു ആദിവാസി യുവാവിനെയും കാട്ടാന കൊന്നു കഴിഞ്ഞു. കഴിഞ്ഞൊരു 3-3.5 വർഷത്തെ കാലം കൊണ്ട്, 3.5 വർഷത്തെ കണക്ക് കൊണ്ട് 316ഓളം പേരാണ് ആന പോലുള്ള, പുലി, ആന, അങ്ങനെ വിവിധ രൂപത്തിലുള്ള കാട്ടുമൃഗങ്ങളെ കൊണ്ട് മരണപ്പെട്ടത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മറുപടിയാണ് 2021 മുതൽ 2024 ജൂലൈ വരെ ഒരു 3-3.5 മാസക്കാലം, വർഷം കൊണ്ട് 316 പേരാണ് കേരളത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. 3677 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ശ്രീ NK പ്രേമചന്ദ്രൻ MP അവരുടെ ചോദ്യത്തിന് ഉത്തരമായി കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് നൽകിയ മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഏകദേശം 1844 വളർത്തുമൃഗങ്ങളും ഈ കാട്ടുജീവികളുടെ ശല്യം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ കൊണ്ട് ജീവൻ നഷ്ടമായിട്ടുണ്ട്. 10 ലക്ഷം രൂപയായി ഡിസംബർ 23 മുതൽ ധനസഹായം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മരിച്ചവർക്ക് കൊടുക്കുന്ന ധനസഹായം ഡിസംബർ 23 മുതൽ 10 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. 2021-22 114 പേർ, 22-23 98 പേർ, 23-24 94 പേർ, 24 ജൂലൈ വരെയുള്ള കണക്കാണ് പറഞ്ഞത് 10 പേർ. അത്രയും പേരാണ് മരിച്ചുപോയത്. അങ്ങനെയാണ് 316 പേർ മരിച്ചുപോയെന്ന് പറയുന്നത്. പിന്നെ പരിക്ക് പറ്റിയത് 21-22 758, 22-23 1275, 23-24 1603, 23-24 കൂടുതൽ കേട്ടോ. 24 59. വളർത്തുമൃഗങ്ങളെ അതുപോലെ തന്നെയാണ്, അതിന്റെ കണക്കും കൊടുത്തിട്ടുണ്ട്, വിളനാശത്തിന്റെ കണക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വിഷയം കുറച്ചുകൂടി വ്യത്യസ്തമായി നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ട് ഇത്രയും കാട്ടുമൃഗങ്ങൾ, കാട്ടാന, പ്രത്യേകിച്ച് കാട്ടാനയൊക്കെ നാട്ടിലേക്ക് വരുന്നു? അക്കേഷ്യ, മാഞ്ചിയം, റബ്ബർ പോലുള്ള ഒരുപാട് വൃക്ഷങ്ങൾ ഉപയോഗിച്ച്, മരങ്ങൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ തൈകൾ ഉപയോഗിച്ച്, വൃക്ഷങ്ങളുടെ തൈകൾ ഉപയോഗിച്ച് കാടിന്റെ ആവാസ വ്യവസ്ഥയെ മാറ്റിക്കൊണ്ട് ഒരുപാട് വൃക്ഷവൽക്കരണം നടന്നിട്ടുണ്ട്. മാഞ്ചിയം, അക്കേഷ്യ, തേക്ക്, റബ്ബർ പോലുള്ള സാധനങ്ങൾ. അപ്പോൾ തന്നെ കൊടുങ്കാട് നമുക്ക് നഷ്ടപ്പെടുകയാണ്. സ്വാഭാവികമായി കൊടുങ്കാട് നഷ്ടപ്പെടുമ്പോൾ കാട്ടരുവികളും നഷ്ടപ്പെടും, കാട്ടിലെ ആവാസ വ്യവസ്ഥ മാറും, തണുപ്പ് മാറും, വെള്ളം കിട്ടാത്ത അവസ്ഥ വരും, ഫലവൃക്ഷങ്ങൾ കിട്ടാത്ത അവസ്ഥ വരും. ഇതിന് വലിയൊരു പരിഹാരം എന്താണെന്നുള്ളതാണ് വന്യജീവി മനുഷ്യ സംഘർഷം, മാൻ ഹ്യൂമൻ ഇന്റർവെൻഷൻ, ഇടപെടലുകൾ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഘർഷം ഗൗരവമായ ഒരു വിഷയമായി കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പുലി നാട്ടിലേക്ക് ഇറങ്ങുന്നു, കാട്ടുപന്നികൾ വ്യാപകമായി നാട്ടിലേക്ക് വന്ന് കൃഷി നശിപ്പിക്കുന്നു. അത് വളരെ വ്യാപകമാണ്. പശ്ചിമഘട്ട മലനിരകളിലെ താഴ്വാരങ്ങളിൽ താമസിക്കുന്ന മിക്കവാറും ഗ്രാമങ്ങളിൽ കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട് ആളുകൾക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. കാട്ടുകുരങ്ങന്റെ ശല്യമുണ്ട്, മയിൽ നാട്ടിലേക്ക് വരുന്നു. അതിനിടയിലാണ് കാട്ടാനയുടെയും നാട്ടാനയുടെയും ശല്യം. നാട്ടാനയും ആളുകളെ കൊല്ലുന്നുണ്ട്, അതിനേക്കാൾ കൂടുതൽ കാട്ടാനകളാണ് കൊല്ലുന്നത്. ഈ ഏറ്റവും അവസാനം ഒരു ആദിവാസി യുവാവിനെ കൊന്നതുമായി ബന്ധപ്പെടുത്തി, ആദിവാസി യുവാവ് മരിച്ചതുമായി ബന്ധപ്പെടുത്തി വലിയ തർക്കവും വഴക്കും സംഘർഷമൊക്കെ നിലമ്പൂർ മേഖലയിൽ നടക്കുകയാണ്. ഇത് വളരെ ഗൗരവമായി കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്താണ് ഇതിന് പരിഹാരം? ഫെൻസിങ് വെച്ച് ആനകളെ മൊത്തം കൊല്ലുന്നതാണോ? അങ്ങനെ കൊന്നാൽ തീരുന്നതാണോ ഈ വിഷയം? പുലികളെയും ആനകളെയും എല്ലാം ഇലക്ട്രിക് ഫെൻസിങ് വെച്ച് മുഴുവൻ കൊന്നു കളഞ്ഞ് തീർക്കാൻ പറ്റുന്നതാണോ? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഞാനീ പറഞ്ഞ പോലെ കാടെന്ന ആവാസ വ്യവസ്ഥയ്ക്കുള്ള ബഫർ സോണും അവിടെ ഇവിടെയെല്ലാം മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് കുഴപ്പം പിടിച്ചത് കൊണ്ടാണോ? ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല, ചർച്ച ചെയ്താൽ മതി നമ്മൾ. മൂന്നാമത്തെ കാര്യം, ഇപ്പം ആനയ്ക്കൊക്കെ ചക്ക വളരെ ഇഷ്ടമാണ്. പക്ഷെ പ്ലാവ് വെച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പ്ലാവിൻ തൈ വെക്കുക എന്ന് പറഞ്ഞാൽ മാവിന് ഇളം പ്ലാവിൻ തൈയും പ്ലാവലയൊക്കെ ഇഷ്ടമാണ്. അത് ചിലപ്പോൾ പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഒരു
ജീവിക്ക് ഒരു കാട്ടുജീവിക്ക് ആവശ്യമുള്ള ഒരു വസ്തു കാട്ടിൽ ഉണ്ടാക്കാന്ന് വേറൊരു ജീവിക്ക് വേറൊരു ഇഷ്ടമാണ് സംഭവിക്കുക. അപ്പോൾ ഓരോ ഇഷ്ടങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുക? എങ്ങനെയായാലും ഒരു പരിഹാരം കണ്ടേ കഴിയൂ. കാടെന്ന ആവാസ വ്യവസ്ഥയെ ഇപ്പൊ തമിഴ്നാട്ടിലെ ഒരു വളരെ കൊടും കാട്ടിലല്ല എങ്കിൽ പോലും ഒരു ഇടം, ഒരു മധ്യനിരയിലുള്ള കാട്ടിൽ കണ്ട ഒരു വാർത്ത, ഒരു ചിത്രം, ഒരു വീഡിയോ കണ്ടിരുന്നു. കാട്ടിനകത്ത് നിന്ന് വലിയ ടാങ്ക് പോലത്തെ വലിയ കുഴികൾ എടുത്ത് അവിടെ പകൽ സമയം ടാങ്കർ ലോഡിൽ വെള്ളം കൊണ്ടൊഴിക്കും. ഇവർ ക്യാമറ വെച്ച് മോണിറ്റർ ചെയ്യുന്നുണ്ട്, കുറച്ച് ദൂരെ ക്യാമറ വെച്ച് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ പുലിയും കടുവയും ആനയും സിംഹമില്ലാന്ന് തോന്നുന്നു മറ്റ് പല ജീവികളും വന്ന് ഈ വലിയ ടാങ്ക് പോലെ കിടക്കുന്ന, തുറന്ന ടാങ്ക് പോലെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയുണ്ട്. അവരത് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഫോറസ്റ്റ് വകുപ്പ്. തമിഴ്നാട്ടിലെ ഒരു ഉദാഹരണം ഞാൻ കണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാട്ടിൽ കൂടുതൽ ജലം ഉറപ്പാക്കാൻ കഴിയുക? പരമാവധി വനം എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം, അത് വളരെ പ്രധാനമാണ്. അത് മാഞ്ചിയം, കാടെന്ന് പറഞ്ഞാൽ മാഞ്ചിയം, അക്കേഷ്യ, ഏലം, ഇഞ്ചി, തേക്ക്, റബ്ബർ, ഇതല്ല. കുറച്ചൊരു വലിയ ആവാസ വ്യവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അരുവികളും മറ്റു കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെ അതൊക്കെ നമുക്ക് ഉള്ളതിനെ സംരക്ഷിക്കാം? പുതിയവ സൃഷ്ടിക്കേണ്ടതുണ്ടെങ്കിൽ എങ്ങനെ? വലിയ കൺസ്ട്രക്ഷൻ അല്ല കേട്ടോ. കാട്ടിനകത്ത് വലിയ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന്റെ, മഴവെള്ള സംഭരണത്തിന്റെ വലിയ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കലല്ല. എങ്കിൽ പിന്നെ അത് വേറെ കാട് കൂടി നശിപ്പിക്കും. സ്വാഭാവികമായ നീരുറവകളെ സംരക്ഷിക്കൽ, സ്വാഭാവിക നീരുറവകൾ ഉണ്ടാക്കിയെടുക്കൽ, കൃത്രിമമാണെങ്കിലും അത് സ്വാഭാവിക നീരുറവകൾ പോലെ എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുക, എങ്ങനെയാണ് കാടെന്ന ആവാസ വ്യവസ്ഥയ്ക്കകത്ത് കൂടുതൽ പച്ചപ്പ് ഉണ്ടാക്കുക. ഞാൻ പച്ചപ്പെന്ന് പറഞ്ഞാൽ കൂടുതൽ വൈവിധ്യമുണ്ട്, സസ്യവൈവിധ്യം ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ ഉള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ഫെൻസിങ് പോലുള്ള കാര്യങ്ങൾ എത്ര കണ്ട് പ്രായോഗികമാണോ അത് ചർച്ച ചെയ്യേണ്ടി വരും. ഇപ്പോൾ 10 ലക്ഷം രൂപ ആളുകൾക്ക് മരിച്ചുപോയാൽ കൊടുക്കുന്നു എന്ന് പറയുന്നു. അതിനപ്പുറമുള്ള മറ്റ് ധനസഹായങ്ങൾ എങ്ങനെയാണ്? ഈ മാൻ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ തന്നെ 2 ഡിഗ്രി ചൂട് കൂടും എന്നാണ് പറയുന്നത്. ഇന്നത്തെ പത്ര റിപ്പോർട്ട് അനുസരിച്ച് 2 ഡിഗ്രി ചൂട് കൂടുമെന്നാണ് പറയുന്നത് ഈ വേനൽക്കാലത്ത്. അങ്ങനെ 2 ഡിഗ്രി ചൂട് കൂടിയാൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ കാട്ടിലെ ജീവികൾ. അവരെല്ലാം പുഴയിലേക്ക് ഇറങ്ങി വരും. പുഴയിൽ വരുമ്പോഴുള്ള പ്രശ്നം എന്താണ്? പഴയ കാലത്ത് ഒരു 10-25 വർഷം മുമ്പ് പുഴയിലേക്ക് ഇറങ്ങി വന്നാൽ പുഴയിൽ വെള്ളം കാണും. കാടിന്റെ ഭാഗത്ത് പുഴയിലേക്ക് അവർ വരുന്നു, വെള്ളം കുടിക്കുന്നു, പോകുന്നു. ഇത് പുഴയിൽ വെള്ളമില്ല. അപ്പൊ അത് കയറിങ് വരും, ഇപ്പുറത്തേക്ക് കരയിലോട്ട് വെള്ളമുള്ളിടത്തേക്ക് കയറി വരും. സഭയുടെ അവിടെ മനുഷ്യവാസമുണ്ട്, വളരെ അടുത്താണ്, പുഴയോടൊക്കെ അടുത്താണ്, വളരെ അടുത്താണ് മനുഷ്യർ താമസിക്കുന്നത്. അപ്പൊ ഇത് വലിയൊരു സാമൂഹ്യ വിഷയമാണ്, ഒരു പാരിസ്ഥിതിക വിഷയമാണ്, ഒരു രാഷ്ട്രീയ വിഷയമായിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാൻ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ വന്യജീവി മനുഷ്യ സംഘർഷങ്ങളെ അതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാതെ ഒരു സാമുദായിക വിഷയം. ഇപ്പോൾ പള്ളിക്കാർ അല്ലെങ്കിൽ പിന്നെ രൂപതക്കാരൊക്കെ സമരത്തിലേക്ക് വരികയാണ്. അതങ്ങനെ ഒരു സാമുദായിക ആളുകളൊക്കെ വന്ന് ചെയ്യുന്നൊരു സമരമാക്കി ആ ധൃതിയിലുള്ളൊരു സമരത്തിലേക്കൊക്കെ മാറിപ്പോകാതെ ഇതൊരു പ്രദേശത്തെ ജനങ്ങളുടെ വിഷയമാണെന്നുള്ള നിലയിൽ എല്ലാവരും പങ്കെടുക്കുന്ന ഗൗരവമായ ചർച്ചകൾ ഉണ്ടാകണം. അതിന് പരിസ്ഥിതി സ്നേഹികളും ഉണ്ടാവണം, പ്രകൃതി സംരക്ഷകരും ഉണ്ടാകണം, വനവകുപ്പും ഉണ്ടാകണം, മറ്റ് വകുപ്പുകളും ഉണ്ടാകണം, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളും ഉണ്ടാകണം, പൊതുജനങ്ങളും ഉണ്ടാകണം. അങ്ങനെ എല്ലാവരും കൂടി ചേരുന്ന വിപുലമായ തോതിൽ നമുക്ക് വനവും സംരക്ഷിക്കണം, വന്യജീവികളെ നമുക്ക് പരമാവധി സംരക്ഷിക്കണം, മനുഷ്യവാസവും നമുക്ക് നന്നായി കൊണ്ടുപോകണം. ഇനിയൊരു ജീവനും പൊലിയാതിരിക്കുവാൻ, ഇനിയൊരു ജീവനും മരിച്ചു പോകാതിരിക്കുവാൻ. ഉൾക്കാടുകളിൽ വെച്ച് സംഭവിക്കുന്നത് ഇപ്പോൾ അവിടെ പോകുന്നത് കൊണ്ടാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പോയാൽ പിന്നെ ചിലപ്പോൾ മരണമൊക്കെ സംഭവിക്കാം. അല്ലാതെ വന്യമൃഗങ്ങൾ പുറത്തേക്ക് വന്ന്, കാടിൽ നിന്ന് പുറത്തേക്ക് വന്ന്, അത് കുടിക്കാൻ വെള്ളത്തിനും മറ്റു രൂപത്തിലുമൊക്കെ പുറത്തേക്ക് വന്ന് മനുഷ്യർക്ക് ശല്യമാകുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അത് ഒഴിവാക്കേണ്ടതാണ്. നമുക്ക് ആവാസ വ്യവസ്ഥകളും വേണം, മനുഷ്യരും വേണം. കാര്യം മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോഴാണ് ഇതിനൊക്കെ ഒരു പ്രാധാന്യം നമുക്ക് വരുന്നതല്ലേ. പിന്നെ നമ്മൾ ഭൂമിയിൽ മനുഷ്യരില്ലെങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനും പറയാനും വേവലാതിപ്പെടാനും അകലപ്പെടാനും ആരുമില്ലല്ലോ. അപ്പോൾ മനുഷ്യർ വളരെ പ്രധാനമാണ്, മനുഷ്യജീവൻ പ്രധാനമാണ്. അതുപോലെ പ്രധാനമാണ് വന്യജീവികളുടെ ജീവനും ജീവിതവും ഒക്കെ പ്രധാനം തന്നെയാണ്. പക്ഷേ ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവമായ അന്വേഷണം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് തിരിച്ച് ചിന്തിക്കണം. ഒറ്റമൂലി സൊല്യൂഷനൊന്നുമില്ല. പിന്നെ സമഗ്രമായ പദ്ധതികളും ആലോചനകളും
കൂടിയിരിപ്പുകളും കൂടിയാലോചനകളുമാണ് വേണ്ടത്. അത് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വന്യജീവി ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതിരിക്കുക, അത് കോൺഫ്ലിക്റ്റിലേക്ക് പോകാതെ സഹവർത്തിത്വത്തോടു കൂടി എങ്ങനെയാണ് നമുക്ക് അനിമൽസും കാട്ടിൽ ജീവിച്ചോട്ടെ, നമുക്ക് നാട്ടിൽ ജീവിക്കാം, അവർ നാട്ടിലേക്ക് വരാതിരിക്കണം, അതിനുള്ള ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള എന്ത് കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. അത് കേവലം ഫെൻസിങ് മാത്രം കൊണ്ട് അല്ലെങ്കിൽ കറണ്ട് അടിച്ച് കൊന്നതുകൊണ്ട് മാത്രം തീരുന്ന ഒരു വിഷയമല്ല, അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നതുകൊണ്ട് മാത്രം തീരുന്ന വിഷയമല്ല. അങ്ങനെ ഒരു ഒറ്റമൂലി ചെയ്തുകൊണ്ട് ഇത് പരിഹരിക്കുകയുമില്ല. അതെല്ലാം ഓവർടേക്ക് ചെയ്യാൻ ആനകൾക്കൊക്കെ അറിയാം, പലയിടത്തും അത് കണ്ടുവരുന്നുണ്ട്. ഫെൻസിങ് ഒരു വഴിക്ക് നടക്കും, ആന വേറൊരു വഴി കൂടെ വന്ന് ആളുകളെ കൊന്നിട്ട് പോകുന്നു. അപ്പോൾ അതിനപ്പുറം കുറേ കൂടി സമഗ്രമായി ഈ വിഷയത്തെ ആഴത്തിലും പരപ്പിലും കാണുവാൻ നമുക്ക് കഴിയട്ടെ. പുതിയ വർഷത്തിൽ വന്യജീവി കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ അത് പരമാവധി കുറച്ചുകൊണ്ട് വരുന്ന ഒരു സാമൂഹിക പാരിസ്ഥിതിക ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ.